ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മാർക്കറ്റിലുള്ളൊരു പ്രീ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. വാട്ട് കൈൻഡ് ഓഫ് പ്രോബിലിറ്റീസ് എന്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഇന്നലെ മാർക്കറ്റിൽ പോസ്റ്റ് മാർക്കറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ നല്ലൊരു കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബ്ലഡ് ബാത്ത് പോലത്തെ ഒരു മന്ത്ലി എക്സ്പയറി ആയിരുന്നു ഇന്നലെ നിഫ്റ്റിക്കും സെൻസെക്സിനും ഉണ്ടായിരുന്നത്. ഓക്കെ, സോറി, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ വെഡ്നസ്ഡേ ആണ്. വെഡ്നസ്ഡേ ബേസിക്കലി ഒരു കൺസോളിഡേഷൻ ഫേസ് ഉള്ളൊരു ദിവസമാണ്. ആൻഡ് മാക്സിമം ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസോളിഡേഷനും ഉണ്ടാവാം. അതായത് ഒരു കൺസോളിഡേഷൻ ഫേസ് ഉണ്ടാവാറുണ്ട്. മാർക്കറ്റിൽ സിംഗുലർ ഡയറക്ഷൻ മൊമെൻ്റ് ഉണ്ടാവാറുണ്ട്. ഇതെന്താ വെച്ചാൽ ഒരു 50-50 ചാൻസിലാണ് മാർക്കറ്റിൽ ഈ രണ്ട് ടൈപ്പ് റിയാക്ഷൻ വെഡ്നസ്ഡേ മോർ ഓവർ മാർക്കറ്റ് റിയാക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ മാർക്കറ്റിൽ റാൻഡം, അതായത് സ്ട്രോങ് സെല്ലേഴ്സ് അഥവാ കയറിയിട്ടുണ്ടെങ്കിൽ, അതായത് ഡയറക്റ്റ്ലി ഇപ്പോൾ 83,000 ബ്രേക്കൗട്ട് കണ്ടിട്ട് സംതിങ് വന്ന് സെല്ലർ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ, ഇവിടെ സെല്ലർ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്കൊരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇതിൻ്റെ എബോവ് ഓപ്പണിംഗ് വരണം. എന്നാൽ അവർ പ്രോഫിറ്റ് ബുക്കിംഗ് ഓർ സംതിങ് മാർക്കറ്റ് പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും മാർക്കറ്റിൽ ഇത് നോക്കിയാൽ മനസ്സിലാവും 82,500 ബിലോ ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം മാർക്കറ്റിൽ കയറിയിട്ടുള്ള സെല്ലർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് റീട്രേസ്മെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറെക്കുറെ മാർക്കറ്റിൽ റീട്രേസ്മെൻറ്റിൽ ഈ സെല്ലറെ ഏറെക്കുറെ സെല്ലറെ പൊസിഷനിൽ എക്സിറ്റിങ്ങും കാര്യങ്ങളായിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് സെൽ ഓഫ് കിട്ടണമെന്നാണ്. അപ്പോൾ ഫ്ലാറ്റ് ഗ്യാപ്പ് ഡൗൺ, ചെറിയ ഗ്യാപ്പ് അപ്പ് കാര്യങ്ങളൊക്കെ സെല്ലിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബട്ട് ഹെവി ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അൺപ്ലാൻഡ് ആണ്. മാർക്കറ്റിൽ അപ്പോഴത്തെ സ്ട്രക്ചർ നോക്കിയിട്ട് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്നാമത് ക്ലോസിങ് 82,000 എബോവ് ആയതുകൊണ്ട് ഇവിടെ റാൻഡം ബയേഴ്സ് ഉണ്ടാവും എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. പിന്നെ അതേപോലെ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഡേ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേ ക്യാൻഡലിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ മാർക്കറ്റിൽ സെൻസെക്സ് ഒരു ക്ലോസിങ് തന്നിട്ടുള്ളത്, അതായത് 200 EMA ഈ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫെയിലോട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം അഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സോണിൽ കംപ്ലീറ്റ് ഒരു സ്ട്രക്ചർ വൈസ് എത്തിയിട്ടില്ലെങ്കിലും അവിടെ ക്ലോസിങ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വാലിഡ് ആവുമോ അതോ ഫെയിലോട്ട് കൺവേർട്ട് ചെയ്യുമോ എന്നുള്ളത് ഇന്നത്തെ മാർക്കറ്റിലെ പറയാൻ പറ്റുള്ളൂ. അതായത് വാലിഡ് ആണെങ്കിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, മേ ബി കണ്ടിന്യൂസ് സെൽ ഓഫ് കാണാം. ഇൻവാലിഡ് ആണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂ മേലോട്ട് പോകും. അപ്പോൾ അത് ഓപ്പണിങ്ങിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഗിഫ്റ്റ് നിഫ്റ്റി എല്ലാവർക്കും അറിയില്ല, സിംഗപ്പൂർ നിഫ്റ്റി, അതാണ് മാർക്കറ്റിലെ പ്രീ മാർക്കറ്റ് ഓപ്പണിങ് ഏറെക്കുറെ നമുക്ക് കാണിച്ചു തരുന്നൊരു ഇൻഡെക്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് റിലേറ്റഡ് ന്യൂസസും ഗ്ലോബലി എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നതനുസരിച്ചിട്ട് നമുക്കത് ഓപ്പണിംഗ് കാര്യങ്ങൾ നമുക്ക് ഏകദേശം പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സംതിങ് അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യം കാണുന്നുണ്ട്. ബിക്കോസ് ഇത്രയും വലിയൊരു ഹ്യൂജ് ഗ്യാപ്പ് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ മേ ബി വരാനുള്ള ചാൻസ് ഒരു 95% ഉണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഓപ്പണിങ്ങിന് എഗെയിൻസ്റ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹെവി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കണ്ടീഷൻ ഏറെക്കുറെ സെയിം ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ അഥവാ റാൻഡം സെല്ലർ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബയ്യർ ഉണ്ട്, നെയ്തർ സെല്ലർ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അഥവാ സെല്ലർ ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിൽ റീട്രേസ്മെൻറ്റിൽ വരുന്നുണ്ട്, മാർക്കറ്റ് അവർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ബേസിലും അവരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് പൊസിഷൻ എക്സിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ഈ സോണിലോട്ട് റീട്രേസ്മെൻറ്റ് മാർക്കറ്റ് നടത്തിയതുകൊണ്ട് സെല്ലർ ഒരു അവൈലബിലിറ്റി കറണ്ട്ലി ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ സെല്ലർ അവൈലബിലിറ്റി ഇല്ലാത്ത പക്ഷം നമുക്ക് കറണ്ട് ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ബേസിക്കലി മാർക്കറ്റ് ചെയ്യാനുള്ളത്. ബട്ട് അൺഎക്സ്പെക്റ്റഡ്ലി, അതായത് സംതിങ് ഈ 61,500 എബോവ് മാർക്കറ്റിൽ അൺഎക്സ്പെക്റ്റഡ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതൊരു കൺസേൺ ബിഗ് ആവും. ബിക്കോസ് ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയിൽ എന്തുണ്ട്, ഓൾ ടൈം ഹൈൻ്റെ ഒരു ഏകദേശം ഒരു എന്താ പറയുക അടുത്തായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അവിടെ നമുക്ക് മാർക്കറ്റിൽ നോക്കിയിട്ട് വേണം മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. കറണ്ട് സിറ്റുവേഷൻ സെല്ലിംഗ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഓപ്പണിങ്ങിന് ശേഷം ചിലപ്പം പെട്ടെന്ന്
ഇങ്ങനെ ക്വിക്കായിട്ട് മാർക്കറ്റ് ഇതിന് മേലോട്ടൊക്കെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഒരു ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ കൺസിഡർ ചെയ്യും. സെല്ലിംഗ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊരു റിജക്ഷനോ സംതിങ് കാര്യങ്ങൾ കിട്ടണം. അപ്പോൾ എന്താണ് അതിനനുസരിച്ച് പ്ലാനിങ് നോക്കിയിട്ട് ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. ഓക്കെ, എനിക്ക് മാർക്കറ്റ് ഓപ്പണിങ്ങിന് ശേഷം കാണാം. ഓക്കെ, താങ്ക് യു.